ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ എഗ് പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ എഗ് പുലാവ് എന്നും എഗ് ബിരിയാണി എന്നൊക്കെ വിളിക്കാം. എല്ലാം ഒരുപോലെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ എളുപ്പത്തിലുള്ള എഗ് പുലാവ് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ബസ്മതി റൈസ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ കോഹിനൂർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ബസ്മതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റൈസൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ഞാനിതൊരു 10 മിനിറ്റോളം ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. എങ്കിലാണ് നമ്മുടെ അരിയൊക്കെ നല്ല ടേസ്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതവിടെ 10 മിനിറ്റ് കഴിഞ്ഞു. അരിയൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതവിടെ ഊറ്റി വെക്കണം കേട്ടോ അരിയെല്ലാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ അരി ഒന്ന് വേവിച്ചെടുക്കുന്ന പരിപാടിയാണ്. അതിനായിട്ടൊരു പാൻ ചൂടാക്കുക. അതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം ചിലവർക്ക് ഡാൽഡ ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഡാൽഡ ഉപയോഗിക്കാം. പക്ഷേ ഡാൽഡ നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ ഞാൻ നെയ്യാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഷാജീരകമാണ് ചേർക്കേണ്ടത്. അതാണ് ഏറ്റവും രുചിയുള്ളത്. പക്ഷെ ഇവിടെ അത് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ നല്ല ജീരകം, ചെറിയ ജീരകം എടുത്തിട്ടുള്ളത്. പിന്നെ ചേർക്കുന്നത് 2 പച്ചമുളക് നടുവെ കീറിയത്, പിന്നെ കുറച്ച് നമ്മുടെ മുഴുവൻ മസാലകൾ, അതായത് തക്കോലം ഒരെണ്ണം എടുത്തിട്ടുണ്ട്, 2 പട്ട എടുത്തിട്ടുണ്ട്, 4 കാടമം, എന്താ പറയുക, ഏലക്ക, പിന്നെ കറിയാമ്പൂ എടുത്തിട്ടുണ്ട്, ഒരു 4-5 കറിയാമ്പൂ. ഇത്രയും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം നമ്മുടെ നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന, ഇത് ഞാൻ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിയാണ് കേട്ടോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒന്നര മിനിറ്റ് സമയം എടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് വരിക. നമ്മുടെ അരിയിലൊക്കെ ആ ഒരു മസാലയുടെ മണവും അല്ലെങ്കിൽ ഫ്ലേവറും അതുപോലെ തന്നെ നെയ്യിലൊക്കെ കിടന്നിട്ട് അരി വറുക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണവും ഗുണവും സ്വാദൊക്കെയാണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, നിങ്ങൾ ഏത് കപ്പിലാണോ അരി അളന്നത് അതേ കപ്പിൽ തന്നെ ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. പക്ഷെ ഓരോ അരിക്കും ഓരോ അളവാണ്. ശരിക്കും നമ്മൾ പറയുക 1 കപ്പിന് അതിൻ്റെ ഇരട്ടി വരുന്ന രീതിയിലുള്ള വെള്ളം എടുക്കണമെന്നാണ് പറയുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ അറിയാമല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന അരിക്ക് എത്ര വേണം എന്നുള്ളത്. അപ്പം ഞാനിവിടെ 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഉപ്പ് എങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് വരുമെന്ന് പറയുന്നത്, നമ്മൾ ഉപ്പ് കുറച്ചങ്ങ് പരിചയമായി, ഇത് ഞാൻ ബിഗിനേഴ്സിനാണ് കേട്ടോ എടുത്ത് പറയുന്നത്. കാരണം ഞാനൊക്കെ അങ്ങനെ അബദ്ധം കാണിച്ചിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ നമുക്ക് അറിയത്തില്ല എത്ര ഉപ്പ് വേണമെന്ന്. അപ്പം ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നമ്മൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് ഇച്ചിരി മുന്നേ നിൽക്കണം. അതാണ് നമ്മുടെ ബിരിയാണിയുടെ കറക്റ്റ് പരുവം എന്നുള്ളത്. അപ്പം ഞാനിപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കറിയാലോ ഏകദേശം ഒരു ഉപ്പ് ഇടുക, എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അന്നേരം ഉപ്പിൻ്റെ രുചി ഇച്ചിരി മുന്നേ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഉപ്പ് ആഡ് ചെയ്യണം എന്നാണ് അർത്ഥം. അപ്പം ഞാനിവിടെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഇച്ചിരി മുന്നേ നിൽക്കുന്നുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി വെന്തോന്ന് അറിയാനായിട്ട് നമ്മൾ ചെറിയൊരു 1-2 കഷ്ണം അല്ലെങ്കിൽ 1-2 അരിമണികൾ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് 2ആയിട്ട് പെട്ടെന്ന് തന്നെ മുറിഞ്ഞു വരണം. അപ്പം അതിനർത്ഥം ഇത് ഒത്തിരി കുഴഞ്ഞു പോയിട്ടില്ല, പാകത്തിനുള്ള പരിവാണെന്നാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഇതേപോലെ ഒരു അരിപ്പയിലോട്ട്, നമ്മൾ ചോറൊക്കെ ഊറ്റുന്ന അരിപ്പയിലോട്ട് മാറ്റി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ശരിക്കും ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് ബിരിയാണിയുടെ പരിപാടികൾ നോക്കാം. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ ചൂട് മാറാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതവിടെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് അല്പം സവോളയും കശുവണ്ടിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ ചിലവർ കൂടുതൽ ഒഴിക്കും, ചിലവർ കുറച്ച് ഒഴിക്കും. ചിലർ നെയ്യും എണ്ണയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തപ്പം ഞാൻ ഇതിനകത്ത് ഒരു 1/2 സവോള നീളത്തിലരിഞ്ഞ് വളരെ കനം കുറച്ചരിഞ്ഞ് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ വിട്ട് വളരെ നൈസായിട്ട് കിട്ടും. അപ്പോൾ അതും നമുക്ക് ഇതിനകത്തിട്ടൊന്ന് ഇതിൻ്റെ നിറക്കം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം.
ഇനി അടുത്തൊരു ടിപ്പാണ്, ഞാൻ ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പം നല്ലൊരു കളറ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനപ്പോൾ അത് ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നോർമലി അങ്ങനെ ചെയ്യാറില്ല, ജസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാറാണ് പതിവ്. പിന്നെ അതുപോലെ തന്നെ ഇതും ഈ പറഞ്ഞ പോലെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ചേർക്കാന്നുള്ളതും നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ മുൻപ് ഇതുപോലെ ബിരിയാണിക്ക് ഉള്ള ടിപ്പുകൾ എന്ന് പറഞ്ഞിട്ടതിൻ്റെ താഴെ വന്ന കമൻ്റ് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ ഇത് രണ്ടും ഒന്ന് പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ നിറക്കം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കായപ്പം ഞാനത് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിറം ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഡാർക്കായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ കരിഞ്ഞിട്ടോ അങ്ങനെയൊന്നുമില്ല, നല്ലൊരു സ്മെല്ലും കൂടെ വന്നു കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി നമ്മൾ നെയ്യിൽ മൂപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക മണമല്ലേ, ആ ഒരു മണം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടർത്തി കൊടുക്കാം. ചിലപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും, അപ്പോൾ അതൊന്ന് വേർതിരിച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ അതേ പാത്രത്തിൽ നമ്മൾ ഏത് പാത്രത്തിൽ നമ്മൾ വറുത്തിട്ടുണ്ടായിരുന്ന അതേ പാത്രത്തിൽ തന്നെ അല്പം കശുവണ്ടിയും കൂടെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഉണക്കമുന്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയൊക്കെ വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കശുവണ്ടി മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ. അങ്ങനെ കശുവണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതേ നെയ്യ് ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, അത് ഞാൻ പിന്നീട് എന്തിനാന്ന് പറയാം. അപ്പോൾ ഈ ഒരു പാത്രം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ബിരിയാണിയുടെ കാര്യങ്ങളിലോട്ട് കടക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തോട്ട് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ ബാക്കി ഒരു 1.5 ടേബിൾ സ്പൂൺ വരുന്ന അളവിലുള്ള സൺഫ്ലവർ ഓയിലുമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ മിക്സാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് കുഞ്ഞ് സവോളയാണെങ്കിൽ 2 സവോള എടുക്കണം കേട്ടോ. ഞാനിന്നിവിടെ ഇപ്പോൾ 1 കപ്പും ബസ്മതി റൈസും അതുപോലെ 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഈ സവോള ഒന്ന് 1 മിനിറ്റോളം വഴറ്റാം. അതിനുശേഷം ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ പച്ചമുളക് ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. ഇനി നമുക്കൊന്നും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ സവോളൊക്കെ നന്നായി വഴണ്ട് നല്ല സോഫ്റ്റായി ഒരു ചെറിയ ബ്രൗൺ കളർ വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ഒരു 1/2 തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പുളിയുള്ള തക്കാളിയാണ്, അതുകൊണ്ടാണ് 1/2 ചേർത്തത്. നിങ്ങൾ എടുത്തിരിക്കുന്ന തക്കാളിക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ അത് 1 തക്കാളി വരെ ആവാട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതുവരെ ഈ സവോളയ്ക്കകത്തോട്ട് ഉപ്പ് ചേർത്തിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ വരുന്ന അളവിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആവാനൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാൻ ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ വരുമ്പോഴാണ് കേട്ടോ ഇതിനൊരു പ്രത്യേക സ്വാദ് വരുന്നത്. ഇനി ചിലവർക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ഈ ഒരു മുട്ടക്കറിയിൽ അല്ലെങ്കിൽ മുട്ടയുടെ മസാലയ്ക്കകത്തോട്ട് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നേ ഇല്ല. മല്ലിപ്പൊടി ചേർക്കുന്നവരുണ്ടാവാം, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ മസാലപ്പൊടിയെല്ലാം കരിഞ്ഞിങ്ങനെ വരാൻ തുടങ്ങും. മാത്രമല്ല ഒരു പുക ആളുന്നൊരു ഇത് വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ടാണ് ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്ത് 1 മിനിറ്റോളം ഇളക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ള മല്ലിയിലയോ അല്ലെങ്കിൽ പുതിനയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളൂ. അതൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് തൈരാണ്. ഇതിന് വലിയ പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൈര് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിലോട്ട് ഇടാൻ മറക്കരുത്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതാ നോക്കിക്കുക, നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട്, എണ്ണൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് ഞാൻ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുവാണ്. മുറിച്ചേക്കരുത്, നമുക്കതിങ്ങനെ ഒരു വരഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ മസാലയൊക്കെ പെട്ടെന്ന് ഈ മുട്ടയ്ക്ക് അകത്തോട്ട് കയറി മുട്ട കഴിക്കുമ്പോൾ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ മുട്ട ഒന്ന് വരഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് മുട്ട പൊടിഞ്ഞു പോകാതൊക്കെ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഇച്ചിരിയും കൂടെ ഉപ്പ് ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മളിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ അരി ഉണ്ടല്ലോ, ബസ്മതി റൈസ്, അത് നമുക്ക് ഈ ഒരു മുട്ട മസാലയ്ക്കകത്തോട്ട് ചേർത്ത് ആദ്യം നമുക്കത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മല്ലിയിലൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം. ഇവിടെ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമായത്, ബിരിയാണിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമായതുകൊണ്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പുതിനയിലും കൂടെ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഞാൻ പക്ഷേ പുതിനയില ചേർക്കുന്നില്ല. ഇതൊരു പുലാവ് പോലെ ആയതുകൊണ്ടാണ് ഞാൻ പുതിനയില ചേർക്കാത്തത്. അല്ലെങ്കിൽ തന്നെ ഇതിനൊരു ബിരിയാണിയുടെ ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവോളയും അതുപോലെ തക്കാളിയല്ല കശുവണ്ടിയൊക്കെ കൂടെ നമ്മൾ ഇതിൻ്റെ മേലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിങ്ങനെ തന്നെ നമുക്ക് നേരിട്ടൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ഉണ്ടാക്കിയതല്ലേന്ന് ഓർത്ത് ഞാനിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഞാനൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. ആവിയല്ല, ചെറുതായിട്ടൊന്ന് ദം പോലെ വെക്കുന്നുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നെയ്യുണ്ടല്ലോ, ഈ സവോളയും കശുവണ്ടിയൊക്കെ വറുത്തത്, അതിനകത്തോട്ട് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ മൂപ്പിച്ചെടുക്കില്ലേ, അതേപോലെ ഒന്ന് എടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഈ നെയ്യിൽ മിക്സ് ചെയ്ത് അതും ഈ ഒരു ചോറിൻ്റെ മേലൊക്കെ ഒന്ന് ഒഴിച്ച് മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റി എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ അതവിടെ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്തെടുക്കണം. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, ഇത് ബസ്മതി റൈസ് വെച്ചിട്ട് ഉണ്ടാക്കണം എന്നൊന്നുമില്ല. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നല്ല അരി, ഇപ്പം നല്ല ചോറല്ലേ, അരിയല്ലേ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുക, ആ ഒരു അരി വെച്ചിട്ടും ഈ സെയിം റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനത് എന്താ പറയണേന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇച്ചിരി നാരങ്ങ നീരൊക്കെ മേലെ ഒഴിച്ച് കഴിച്ചെന്നാൽ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. അങ്ങനെ നമ്മുടെ എഗ് പുലാവ് ഇവിടെ റെഡിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്ന പോലെ വലിയ സംഭവങ്ങളൊന്നുമില്ല. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ആർക്കും ഉണ്ടാക്കാൻ പറ്റും, അത്രയും സിമ്പിളുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.